243-ൽ 200 സീറ്റിലധികം നേടി BJP ബീഹാറിൽ അധികാരത്തിലെത്തി. അത് പ്രതിപക്ഷ പാർട്ടികളെ പൂർണ്ണമായി തന്നെ തുടച്ചു നീക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസിനെ തുടച്ചു നീക്കിക്കൊണ്ടാണ് ബീഹാറിൽ അധികാരത്തിൽ വന്നത്. അപ്പോൾ ഇതിനിടയിൽ തന്നെ പല ഉപതെരഞ്ഞെടുപ്പുകളും നടന്നിട്ടുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് BJPയുടെ തരംഗമാണോ ഉണ്ടായതെന്ന് പരിശോധിക്കണം. അത് ബീഹാറിൽ മാത്രമാണോ BJP നിതീഷ് കുമാറിന്റെ പിന്തുണയോടുകൂടി മുന്നേറിയത്? ഇത് ബീഹാറിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഉടനീളം നിൽക്കുന്ന ഒരു മോദി തരംഗത്തിലൂടെയാണ് ഈ വിജയം സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് നാം ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ മനസ്സിലാകും. ജമ്മു കാശ്മീരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും BJPക്ക് വലിയ വിജയമാണ് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. കാരണം BJPക്ക് അടിത്തറയില്ലാത്ത ജമ്മു കാശ്മീരിലും അതോടൊപ്പം തന്നെ ബീഹാറിലെ പല മണ്ഡലങ്ങളിലും, അങ്ങനെ ഇന്ത്യയിൽ ഉടനീളം BJPയുടെ വളർച്ച ഉണ്ടാവുകയാണ്. ഇനി വിരലിൽ എണ്ണാവുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ് BJP അധികാരത്തിൽ എത്താനുള്ളത്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഉണ്ടല്ലോ, പശ്ചിമ ബംഗാളും അതോടൊപ്പം തന്നെ തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അധികാരത്തിൽ വരുമെന്ന രീതിയിലുള്ള വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന ഈ സംസ്ഥാനങ്ങളുടെ എണ്ണം വളരെ ചുരുങ്ങും. നാം പരിശോധിക്കുകയാണ്, ഇപ്പോൾ ഒരു ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, കർണാടക, തെലുങ്കാന, അങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമായി പ്രതിപക്ഷ പാർട്ടികൾ ചുരുങ്ങിയിരിക്കുകയാണ്. ആ ഒരു തുടർച്ച തന്നെ ഇനി ഈ ആസാമിലും പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും ഉണ്ടാകും. നമുക്ക് ജമ്മു കാശ്മീരിലേക്ക് തന്നെ വന്നാൽ, ജമ്മു കാശ്മീരിലെ നഗോത്ര നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലാണ് BJP സ്ഥാനാർത്ഥി ദേവയാനി റാണയ്ക്ക് ജയമുണ്ടായത്. ചെറിയ വോട്ടിന്റെ വിജയമല്ല, വലിയ വിജയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 24,647 വോട്ടുകൾക്കാണ് ഈ വനിത ജയിച്ചിരിക്കുന്നത്. അവിടുത്തെ ഇപ്പോൾ ഭരണം നടത്തുന്ന നാഷണൽ കോൺഫറൻസിന്റെ ഷമീം ബീഹവും നാഷണൽ പന്തോയിസ് പാർട്ടിയുടെ ഹർഷ് ദേവ് സിംഗും എല്ലാം മുഖ്യ എതിരാളികളായി മത്സരിച്ചു. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് പോലും ജനങ്ങൾ വോട്ട് നൽകാതെ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ BJPയെ വിജയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ കുറച്ചു നാളുകളായി തന്നെ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ പരിശോധിച്ചാൽ ന്യൂനപക്ഷ മണ്ഡലങ്ങളിൽ പോലും BJPക്ക് വലിയ വിജയം ഉണ്ടാകുന്നു. അത് നാം ബീഹാറിൽ കണ്ടു. ബീഹാറിന് BJPയിലേക്കും അതോടൊപ്പം തന്നെ JDUയിലേക്കും വലിയ രീതിയിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ട്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ വോട്ട്, മുസ്ലിം വനിതകളുടെ വോട്ടുകൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ വിജയം ഉണ്ടായത്. കോൺഗ്രസിന്റെയും RJയുടെയും പരാജയത്തിന് രണ്ട് കാരണമാണുള്ളത്. ഒന്ന്, ഒവൈസിയുടെ പാർട്ടിയിലേക്ക് വലിയ രീതിയിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ട് പോയി, അതോടൊപ്പം തന്നെ BJPയിലേക്കും JDUയിലേക്കും വന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ വനിതകൾക്ക് വേണ്ടി 10,000 രൂപ അക്കൗണ്ടിൽ എത്തുന്ന പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ രീതിയിൽ തന്നെ മുസ്ലിം വനിതകൾ ഉൾപ്പെടെയുള്ളവർ BJPക്കും JDയുനും വോട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് 200ലേക്ക് എത്തിയത്. 243-ൽ 200ലേക്ക് എത്തുമ്പോൾ അവിടെ ജാതി മതത്തിന് അതീതമായി വലിയ രീതിയിൽ ഒരു തരംഗമുണ്ടായാൽ മാത്രമേ ഇത്രയും വലിയ വിജയം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതുപോലെ തന്നെ ഒരു 125 സീറ്റിൽ മാത്രമാണ് ഏതെങ്കിലും വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടി ജയിക്കാൻ കഴിയും. അപ്പോൾ അവിടെയുള്ള ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന എല്ലാ മതത്തിന്റെയും വോട്ട് വാങ്ങി. പാവപ്പെട്ടവന്റെയും നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയും ഗ്രാമപ്രദേശങ്ങളിലുള്ളവരെയും അങ്ങനെ എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് വാങ്ങി തന്നെയാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. വലിയ വിജയമാണ് ഈ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ 24,647 വോട്ടിന്റെ വൻ വിജയമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൽ ഒരു മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ആ ഉപതെരഞ്ഞെടുപ്പ് വന്നതിന് മുൻപ് തന്നെ നാം പരിശോധിക്കണം, അവിടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരം ഒരു വലിയ അട്ടിമറി ഉണ്ടായിരുന്നു. BJPക്ക് എവിടെ നിന്നാണ്, കോൺഗ്രസിൽ നിന്നാണോ ഈ നാഷണൽ കോൺഫറൻസിൽ നിന്നാണോ എന്ന രീതിയിൽ സംശയം ജനിത്തുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു വിജയമുണ്ടായി. അവിടെ 4 രാജ്യസഭ MP-മാരുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ അവിടെ 4 വിജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നത് ഈ നാഷണൽ കോൺഫറൻസ്, കോൺഗ്രസും അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് സഖ്യമായിരുന്നു. പക്ഷെ വലിയ അട്ടിമറി ഉണ്ടായി. BJPക്ക് 28 പേർ മാത്രമുള്ളിടത്ത് നിന്നും 32 വോട്ടിലേക്ക് അവർക്ക് വർദ്ധിപ്പിച്ച് അവിടെ രാജ്യസഭ MP സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ജമ്മു കാശ്മീറും മാറുകയാണ്, ബീഹാറും മാറുകയാണ്. ഒറീസയുടെ മാറ്റം കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്.
അവിടെ വർഷങ്ങളോളം BJD ഭരിച്ചിരുന്ന ആ സംസ്ഥാനം BJP പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ ബീഹാറിലെയും ജമ്മു കാശ്മീരിലെ ഒറീസയുടെയും വിജയങ്ങൾ BJPക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു. അപ്പോൾ അവരുടെ ലക്ഷ്യം ഇനിയുള്ളത് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ വരാനായി അവർ വലിയ ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ ദയനീയമായി പരാജയപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ അവർ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വലിയ ഒരുക്കങ്ങൾ നടത്തുന്നു. അവിടെ ഈ ബംഗാളിൽ നിന്ന് കടന്നു കയറിയ ന്യൂനപക്ഷങ്ങളെയും മ്യാൻമാറിൽ നിന്നും കടന്നു കയറിയ ന്യൂനപക്ഷങ്ങളെയും കണ്ടുപിടിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ പദ്ധതി അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. SIR അവിടെ നടപ്പിലാക്കുന്നുണ്ട്. അതിലൂടെ തന്നെ അവിടെ നുഴഞ്ഞു കയറിയ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യക്കാർ മാത്രം വോട്ട് ചെയ്താൽ മതി എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതാണല്ലോ രീതി. നമ്മുടെ വീട്ടിൽ വഴിയെ പോകുന്നവരെ എല്ലാം വിളിച്ച് റൂമിൽ അവസരം കൊടുക്കുമോ? അവിടെ താമസിക്കുമോ? അങ്ങനെയല്ലല്ലോ. ഇന്ത്യക്കാർ മാത്രം ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഭാഗമായാൽ മതി. അവർ ഇന്ത്യക്ക് വേണ്ടി വോട്ട് ചെയ്യട്ടെ. ഇന്ത്യയുടെ വികസന സ്വപ്നം അവർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ബംഗ്ലാദേശികളും മ്യാൻമാറികളും നേപ്പാളികളെയും ലക്ഷ്യം എന്താണ്? ഇന്ത്യയെ തകർക്കണമെന്ന്. അപ്പോൾ അവർ വലിയ രീതിയിൽ തന്നെ ബംഗാളിൽ കടന്നു കയറിയിട്ടുണ്ട്. ബംഗാളിന്റെ വോട്ടർ പട്ടികയിൽ കടന്നു കയറിയിട്ടുണ്ട്. അവരെ കൃത്യമായി പിടികൂടാൻ കഴിയുകയാണെങ്കിൽ BJPക്ക് ഉറപ്പായി തന്നെ അവിടെ വിജയിക്കാൻ കഴിയും. കാരണം ഇന്ന് ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നത് വികസനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വികസനമുള്ളത് അത് പശ്ചിമ ബംഗാളിലാണല്ലോ. അവിടെ ഇപ്പോഴും നമുക്കറിയാം പല പ്രദേശങ്ങളിലും വലിയ പ്രതിസന്ധിയിലാണ്. വികസനമില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല. അവിടെ ആശയത്തിന്റെ പേരിൽ ജീവിച്ചു പോകുന്നവർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർച്ചയായി 33 കൊല്ലം ഭരിച്ചിരുന്നെങ്കിൽ, അന്ന് ആശയവും ഭീഷണിയുമായി അവർ ഭരിച്ചിരുന്നെങ്കിൽ, കാരണം ആ പ്രദേശങ്ങളിലെല്ലാം വികസനം കൊണ്ടുവന്നാൽ ജനങ്ങൾ മാറി ചിന്തിക്കുമെന്ന തോന്നലുള്ളത് കൊണ്ടാണ് അവിടെ വികസനം കൊണ്ടുവരില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ നാം പരിശോധിച്ച് നോക്കൂ. എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിരുന്ന, അവിടെ നിന്ന് ഒന്നിലധികം മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്ന ആ കണ്ണൂരിൽ എന്ത് വികസനമുണ്ട്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ജനങ്ങൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ വികസനം കൊണ്ടുവരാമായിരുന്നല്ലോ. കാരണം വികസനം ഇപ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 2014 തിരഞ്ഞെടുപ്പ് നേരിട്ടത് എന്താണ്? ഈ ഗുജറാത്തിലെ വികസനം പറഞ്ഞാണ്. ഗുജറാത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തു, സോളാർ പ്ലാന്റ് കൊണ്ടുവന്നു, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവന്നു, റോഡ് വികസിപ്പിച്ചു. അങ്ങനെ അവിടുത്തെ വികസനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത്. അങ്ങനെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഞങ്ങളുടെ ശക്തി കേന്ദ്രമായ കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ചെയ്തു. ആ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇപ്പോഴും നമ്മുടെ ഈ നാട്ടു ഭാഷയിൽ പറയുകയാണ്, അതിന്റെ പല പ്രദേശങ്ങളിലും കണ്ണൂരിന്റെ ഉൾഗ്രാമങ്ങൾ ഇപ്പോഴും പട്ടിക്കാടാണ്. അവിടെ എന്തുകൊണ്ട് അവർക്ക് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നില്ല? അവരുടെ മെമ്പർമാർ, അവരുടെ ബ്ലോക്ക് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, MLA മാർ, മന്ത്രിമാർ, മുഖ്യമന്ത്രി എല്ലാവരും തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ എന്തുകൊണ്ട് അവർക്ക് വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നില്ല? വ്യവസായങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നില്ല? വ്യവസായങ്ങൾ കൊണ്ടുവന്നാൽ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കില്ലേ? പക്ഷെ അതിനൊന്നും ഇവിടെ സഖാക്കൾക്ക് സമയമില്ല. കാരണം അവർക്ക് തൊഴിലും അതോടൊപ്പം തന്നെ അവരെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ തങ്ങളുടെ പാർട്ടി വിട്ടുപോകുമോ, തങ്ങളുടെ ആശയങ്ങൾക്ക് എതിരാകുമോ എന്ന ചിന്ത ഉള്ളത് കൊണ്ടല്ലേ ഈ വികസന പ്രവർത്തനങ്ങൾ കണ്ണൂരിൽ കൊണ്ടുവരാത്തേണ്ടത്. കണ്ണൂരിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നെങ്കിൽ അവർക്ക് കേരളത്തിലുടനീളം അങ്ങനെ ഉയർത്തിക്കാട്ടാമല്ലോ. ഒരു തവണയെങ്കിൽ നാം അങ്ങനെ ഉയർത്തിക്കാട്ടുന്നത് കണ്ടിട്ടുണ്ടോ? ഇവർ ഉയർത്തിക്കാട്ടും. പാർട്ടി ഗ്രാമമാണ്, മറ്റു പാർട്ടികളെ അവിടെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല, ഞങ്ങൾ ഏകപക്ഷീയമായി വിജയിക്കും. അങ്ങനെ പറയുന്ന ഒരു നേതാവിന് പറയാൻ പറ്റുമോ ഞങ്ങൾ കണ്ണൂരിൽ വികസനം കൊണ്ടുവന്നു എന്ന്? കണ്ണൂരിൽ കേരളത്തിലെ മികച്ച ഒരു ജില്ലയാക്കി മാറ്റിയെന്ന് നട്ടൽ നിവർത്തി ഇവർക്ക് പറയാൻ കഴിയുമോ? ആ രീതി തന്നെയായിരുന്നു നാം ബംഗാളിലും കണ്ടത്. അവിടുത്തെ ജനങ്ങളെ വികസനമില്ലായ്മ, അവർക്ക് തൊഴിൽ നൽകില്ല, പാർട്ടി അടിമകളാക്കി വച്ചിരുന്ന ആ പ്രദേശത്തെല്ലാം ഇപ്പോൾ BJP കടന്നു കയറി വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടാകും. അതിന്റെ സൂചന മാത്രമാണ് ബീഹാറിലെയും ജമ്മു കാശ്മീരിലെയും തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണിക്കുന്നത്.